യോഗ നടപടി ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നവമി ജയനായർ, മാളവിക രവി, ശങ്കരി ശ്രീകുമാർ എന്നിവർ ഈശ്വര പ്രാർത്ഥന ആരംഭിക്കും. ആചാര്യ അനുഷ്ഠാനം. ഒരു നിമിഷം, നമ്മുടെ മൺമറഞ്ഞ കരയോഗ പ്രവർത്തകർക്കുള്ള ഒരു ആദരാഞ്ജലിയാണ്. എല്ലാവരും ഒരു നിമിഷം ഏറ്റവും പ്രാർത്ഥിക്കുക. മൺമറഞ്ഞ കരയോഗ പ്രവർത്തകർക്കായി ആദരാഞ്ജലി അർപ്പിക്കുന്നു. മണക്കാട് NSS കരയോഗത്തിൻ്റെ 93ാമത് വാർഷിക പൊതുയോഗം ഇവിടെ ആരംഭിച്ചു. ഈശ്വരപ്രാർത്ഥനയോടെ ആരംഭിച്ചു. ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയുന്നതിനായി പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ KP ജയരാജ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പരിപാടി 3:30-ക്കാണ് ഉദ്ദേശിച്ചിരുന്നത്. നല്ല മഴ കാരണം ആളുകൾ വരാൻ വൈകി. അതുപോലെ തന്നെ മിക്ക വീടുകളിലും പനിയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച അത്രയും ആളുകൾ എത്താൻ സാധ്യതയില്ല. പരിപാടി വൈകി അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കാര്യമില്ല. പരിപാടി പറഞ്ഞിരിക്കുന്ന പ്രകാരം 6:30 ആകുമ്പോൾ തന്നെ ഈ പരിപാടി അവസാനിപ്പിക്കും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പൊതുയോഗ നടപടികളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ 93ാമത് വാർഷിക പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ കരയോഗം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് 94 വർഷത്തോളമായിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധി മൂലം നമ്മൾ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും നമ്മൾ നടത്തിയിരുന്നില്ല. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ആദ്യമായാണ് നമ്മൾ ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തുന്നത്. വളരെയധികം പ്രതിസന്ധി, കോവിഡ് പ്രതിസന്ധി മൂലം ഉണ്ടായിരുന്ന കഴിഞ്ഞ 2 വർഷക്കാലം നിയമ വിധേയമായി, നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കരയോഗം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിലും ഏതാണ്ട് 2.5 ലക്ഷം രൂപയോളം ആളുകൾക്ക് സഹായമായും ആനുകൂല്യമായും കരയോഗത്തിൽ നിന്ന് അംഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സാധിച്ചതിൽ
വളരെയേറെ സന്തോഷമുണ്ട്. വളരെയേറെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെയും നിയന്ത്രണങ്ങൾ വിധേയമായും ഓൺലൈനായും അല്ലാതെയും കരയോഗത്തിന്റെ പൊതുയോഗം നമ്മൾ നടത്തിയിട്ടുണ്ട്. കരയോഗത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് നടപ്പാക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും നമ്മുടെ പരസ്പര സഹായ നിധികൾ, അതുപോലെ തന്നെ കാരുണ്യ ക്ഷേമനിധി നമ്മുടെ ആരാധനായ മിസോറാം ഗവർണർ കുമ്മനം രാജേട്ടൻ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം തുടക്കം കുറിച്ച കാരുണ്യ ക്ഷേമനിധി, മംഗല്യനിധി, അതുപോലെ തന്നെ നമ്മൾ ഈ മരണാനന്തര കർമ്മങ്ങൾ സൗജന്യമാക്കിയത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ വാർഷിക റിപ്പോർട്ടിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വാർഷിക റിപ്പോർട്ട് എല്ലാ അംഗങ്ങൾക്കും അംഗങ്ങളുടെ വീടുകളിൽ എത്തിച്ച് വിതരണം നടത്തിയിട്ടുണ്ട്. അതെല്ലാവർക്കും കിട്ടിക്കാണും എന്ന് കരുതുന്നു. മറ്റൊരു കാര്യം, നമ്മൾ ഈ കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിലാണ് കരയോഗവും വനിതാ സമാജവും സ്വാശ്രയ സംഘടനകളും എല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നതാണ്. കഴിഞ്ഞ 2 വർഷക്കാലത്തെ പ്രതിസന്ധി മൂലം നമ്മുടെ സ്വാശ്രയ സംഘങ്ങളിൽ 7 സ്വാശ്രയ സംഘങ്ങളാണ് നമുക്കുള്ളത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന 7 സംഘങ്ങളുള്ള കരയോഗമായിരുന്നു നമ്മുടേത്. കഴിഞ്ഞ 2 വർഷക്കാലത്തെ ഒരു പ്രതിസന്ധി മൂലം ചില സ്വാശ്രയ സംഘങ്ങളെങ്കിലും പ്രവർത്തന കാര്യത്തിൽ പുറകോട്ട് പോയി. നമ്മുടെ ഈ വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായിട്ട് കരയോഗവും വനിതാ സമാജവും സംയുക്തമായി ഈ സംഘങ്ങളുടെ മീറ്റിംഗ് വിളിക്കുകയും കരയോഗ വനിതാ സമാജ അംഗങ്ങൾ മീറ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഈ സംഘങ്ങളുടെ മീറ്റിംഗിൽ അവരവരുടെ വീടുകളിൽ ചെന്ന് പങ്കെടുക്കുകയും അവർക്ക് ആവശ്യമായ പ്രോത്സാഹനവും സഹകരണവും എല്ലാം വളരെ നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഈ പുറകോട്ട് പോയ സംഘത്തെ പഴയതിൽ ഭംഗിയായി ശക്തമായി അവരെ ഈ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന സ്വാശ്രയ സംഘത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഈ അവസരത്തിൽ പ്രത്യേകം അനുമോദിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഈ കരയോഗത്തിന്റെ വരവ് ചെലവ് കണക്കിന്റെ കാര്യമാണ്. വാർഷിക റിപ്പോർട്ടിന്റെ കൂടെ നമ്മൾ വരവ് ചെലവ് കണക്ക് പ്രിന്റ് ചെയ്ത് അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ കാല വാർഷിക പൊതുയോഗങ്ങളിലും നമ്മൾ ഈ വരവ് ചെലവ് കണക്ക് അതിൻ്റെ കൂടെ പ്രിന്റ് ചെയ്ത് അംഗങ്ങൾക്ക് കൊടുത്തിരുന്നില്ല. കാരണം നമ്മൾ എല്ലാ മാസ പൊതുയോഗങ്ങളിലും കരയോഗം വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ച് എല്ലാ പൊതുയോഗങ്ങളിലും അത് പാസ്സാക്കി എടുക്കാറുണ്ട്. വരവ് ചെലവ് കണക്ക് ആവശ്യപ്പെട്ട അംഗങ്ങൾക്ക് കരയോഗ ഓഫീസിൽ നിന്ന് തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കരയോഗത്തിന്റെ കണക്ക്, കരയോഗത്തിന്റെ പ്രവർത്തനം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കരയോഗം ഒരു സ്ഥിര നിക്ഷേപം ഉണ്ടാക്കുകയും കാലാനുസൃതമായി ആ ഒരു നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കരയോഗത്തെ സാമ്പത്തികമായി സഹായിക്കുന്ന, പ്രത്യേകിച്ച് പരസ്പര സഹായ നിധിയിൽ ചേർന്ന് കരയോഗത്തിന്റെ ഈ സാമ്പത്തിക പുരോഗതിക്ക് സഹായിക്കുന്ന നല്ലവരായ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി കരയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിന് ഇതുപോലൊരു വേദി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആമുഖമായിട്ട് കരയോഗത്തിന്റെ 1-2 ചെറിയ പ്രവർത്തനങ്ങൾ സൂചിപ്പിച്ചത്. കരയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞ് സമയം കളയേണ്ടതില്ല. കാരണം നമ്മൾ പരിപാടി തുടങ്ങാൻ അല്പം താമസിച്ചു. പ്രവർത്തന റിപ്പോർട്ടും വാർഷിക വരവ് ചെലവ് കണക്കും ബഡ്ജറ്റും ഒക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ സമയമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചർച്ചകൾ നടത്താം. സമയബന്ധിതമായിട്ട് നമുക്ക് ഈ പ്രോഗ്രാം തീർക്കേണ്ടതുണ്ട്. 6 തന്നെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കണം. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. കരയോഗം ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തന വിജയത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും സഹകരിക്കുന്ന കരയോഗത്തിലെ മുഴുവൻ അംഗങ്ങളോടും കരയോഗത്തിന്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കരയോഗത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ കിട്ടിച്ചേട്ടനാണ്.
കരയോഗത്തിന്റെ വാർഷിക റിപ്പോർട്ടോ അതിന്റെ കണക്കോ പരിശോധിക്കുന്ന ആളുകൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാവും കരയോഗത്തിന്റെ ഒരു സ്ഥിര നിക്ഷേപം ക്രമേണ വർദ്ധിപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്ഥലം മേടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഒരു നിക്ഷേപം വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ മണക്കാട് ഏരിയയിലെ ഒരു സ്ഥലം മോഹിക്കാൻ പാകത്തിലുള്ളൊരു ചെറിയ നിക്ഷേപം നമ്മുടെ കയ്യിലുണ്ട്. മേടിക്കാൻ പാകത്തിലുള്ള നിക്ഷേപമായിട്ടില്ല. കരയോഗ പ്രസിഡന്റിന്റെ ശക്തമായ തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതിയുമെല്ലാം നമുക്ക് ഈ സാമ്പത്തികം ഉണ്ടാക്കുന്നതിന് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന പ്രിയ കിട്ടിച്ചേർന്ന് വളരെ ആദരവും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടു. യോഗത്തിന്റെ ഉദ്ഘാടകൻ പ്രിയങ്കരായ യൂണിയൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഈ വാർഷിക റിപ്പോർട്ടിന്റെ പുറം പേജില് ജനുവരി 2-ാം തീയതി മന്നം ജയന്തിയോടനുബന്ധിച്ച് ജന്മദിന ആഘോഷം നമ്മൾ മണക്കാട് കരയോഗത്തിൽ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. യൂണിയൻ പ്രസിഡന്റ് ആ യോഗത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തെ നമ്മൾ അനുമോദിക്കുകയും ചെയ്യുന്നതാണ്. തുടർച്ചയായി 6ാം വർഷവും തൊടുപുഴ താലൂക്ക് യൂണിയനെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട യൂണിയൻ പ്രസിഡന്റിനെ നമ്മൾ ആ യോഗത്തിൽ അനുമോദിച്ചു. ഈ വാർഷിക പൊതുയോഗത്തിലും അദ്ദേഹത്തെ നമ്മൾ ഒരിക്കൽ കൂടി അനുമോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരയോഗത്തേക്കാൾ കൂടുതൽ താല്പര്യം നമ്മുടെ കരയോഗത്തോടാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നമ്മുടെ ആ വാർഷിക റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ അറിയാം. അദ്ദേഹം 10-15 വർഷം മുമ്പ് നമ്മുടെ കരയോഗത്തിൽ അന്ന് 80 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട മുതിർന്ന കരയോഗങ്ങളെ ആദരിച്ചപ്പോൾ അതിനു മുമ്പും അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളുടെ ഫോട്ടോ നമ്മുടെ ഈ വാർഷിക റിപ്പോർട്ടിനകത്തുണ്ട്. അപ്പം ഇപ്രാവശ്യം അദ്ദേഹത്തോട് നമ്മുടെ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ എല്ലാ പൊതുയോഗത്തിലും അദ്ദേഹം പറയും എനിക്കൊരു 10-15 മിനിറ്റ് അരമണിക്കൂറിൽ തിരിച്ചു പോകണം, വേറെ പ്രോഗ്രാമുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ മുഴുവൻ സമയവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. മുഴുവൻ കുട്ടികൾക്കും അവാർഡ് കൊടുത്ത് നമ്മുടെ പരിപാടി തീരുന്നതിന് വരെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കരയോഗത്തിന്റെ നന്ദിയും എല്ലാ അദ്ദേഹത്തോട് ആദരവും അറിയിച്ചുകൊണ്ട് വളരെ ബഹുമാനപൂർവ്വം കെ കൃഷ്ണപിള്ള സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂണിയൻ കമ്മിറ്റി അംഗം നമ്മുടെ കരയോഗ അംഗം ഡോക്ടർ പി കേസരി അവറുകളാണ്. കരയോഗത്തിലെ സജീവമാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. പുതിയതായി താലൂക്ക് ചാർജ് എടുത്ത സെക്രട്ടറിയാണ് രാജഗോപാൽ അവർ. അദ്ദേഹത്തെ നമ്മുടെ കരയോഗത്തിന് പരിചയമില്ല, നമ്മളും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. നമ്മുടെ റിപ്പോർട്ട് കൊടുത്ത് ആദ്യമായിട്ട് ഒരു നല്ല വാർഷിക പൊതുയോഗത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ സാധിച്ചതിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. രാജഗോപാൽ അവരുടെയും ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു. വനിതാ യൂണിയൻ പ്രസിഡന്റ് ജലജാശിച്ച് അവരാണ് എത്തിച്ചേർന്നിട്ടില്ല, പനിയാണ്. അതിന് പകരം ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീമതി സിന്ധു രാജീവ് ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു. വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസിദ്ധ സോമൻ, വനിതാ സമാജത്തിന്റെ ഈ സ്വാശ്രയ സംഘങ്ങളുടെയൊക്കെ പുറകോട്ട് പോയതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ 1-2 പ്രാവശ്യം സംഘങ്ങളുടെ മീറ്റിംഗിൽ വനിതാ സമാജ സെക്രട്ടറി പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ 7 സംഘടന സജീവമാക്കുന്നതിൽ അവരുടെ ഒരു പ്രവർത്തനവും സാന്നിധ്യവും സഹകരണവും എല്ലാം വളരെ വലുതാണ്. ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസിദ്ധ സോമനെ ക്ഷണിച്ചുകൊള്ളുന്നു. മറ്റൊരു കാര്യം, മണക്കാട് സ്കൂളിലെ പ്രിൻസിപ്പളും ഹെഡ് മാസ്റ്ററുമാണ്. പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചറാണ്, ഹെഡ് മാസ്റ്റർ ശ്രീജ ടീച്ചറാണ്. രണ്ടുപേരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. ടീച്ചറുടെ ഒരു ടീച്ചർ പനിയായിട്ട് കിടപ്പിലാണ്, മറ്റൊരു ടീച്ചർ അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. പകരം NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിഭാഗത്തിലെ കൊമേഴ്സ് ടീച്ചർ സരിത ടീച്ചർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ടീച്ചറിന്റെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അടുത്തത് +2 വിഭാഗത്തിലെ തന്നെ ദിവ്യ ടീച്ചറാണ്, പുതിയതായിട്ട് വന്ന ടീച്ചറാണ്. ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ വനിതാ സമാജം പ്രസിഡന്റ് കോമള ചേച്ചി, സെക്രട്ടറി സുജാത ചേച്ചി, നമ്മുടെ കരയോഗത്തിലെ തന്നെ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള മായ ടീച്ചറുടെ കമ്മിറ്റി അംഗം, വനിതാ സമാജം കമ്മിറ്റി അംഗം ടീച്ചറിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഇനി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള
മിടുക്കരായ കുട്ടികളാണ്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ മാതൃകരയോഗം മണക്കാട് കരയോഗത്തിലെ ഒരു കുട്ടി തന്നെയാണ് ശ്രീലക്ഷ്മി. ഇപ്പോൾ അത് മാതൃകരയോഗം മണക്കാട് കരയോഗമാണ് ശ്രീലക്ഷ്മിയുടെ അമ്മ മണക്കാട് കരയോഗമാണ്. +2 1200 മാർക്കാണ് കുട്ടി കിട്ടിയിരിക്കുന്നത്. ആ കുട്ടിയെ എത്തിച്ചേർന്നത് നമ്മുടെ കരയോഗ കമ്മിറ്റി അംഗം അരുണിന്റെ പെങ്ങളുടെ മകളാണ്. ഇപ്പോൾ താമസം വൈത്തലയാണ്. ആ കൊച്ചിനെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ അനുമോദിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ വാർഡ് നമ്പർ 7-ാം വാർഡ് നമ്പർ ജീന ആന്റണി വേദിയിലേക്ക് കടന്നു വരണം. അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ളത് ഗോകുലത്തിലെ കുട്ടികളാണ്. +2 A+ കിട്ടിയ സഞ്ജയ് സനീഷ് ഉൾപ്പെടെ അനീഷ് ഉൾപ്പെടെയുള്ള കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്നുള്ള വിവരം ഗോകുലം ബാലഭവൻ കൺവീനർ ചെയർമാൻ PG ഹരിദാസ് സാറിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഈ കുട്ടികളെ ഇങ്ങോട്ട് അയക്കുന്നതിന് ഉള്ള സൗമനസ്യം കാണിച്ച ഹരിദാസ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം ഗോകുലത്തിൽ നിന്ന് വന്ന മുഴുവൻ കുട്ടികളെയും സഞ്ജയ് സുധീഷ് +2 ഫുൾ A+, +2 SSLC ഫുൾ A+ കിട്ടിയ സഞ്ജയ് സനീഷ്, രാഹുൽ ആർ കൂടെ വന്നിരിക്കുന്ന മുഴുവൻ മിടുക്കരായ കുട്ടികളെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൂടാതെ മണക്കാട് സ്കൂളിലെ SSLC +2 ഹെഡ്മാസ്റ്റർ എത്തിച്ചേർന്നിട്ടില്ല. ഹെഡ്മാസ്റ്റർ ഒരു കാര്യം പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 100% വിജയമാണ് മണക്കാട് സ്കൂളിൽ. കഴിഞ്ഞ കുറച്ച് നാളായി സ്കൂളിലെ പ്രവർത്തനത്തിന് കുട്ടികൾ കൊള്ളത് മൂലം പ്രവർത്തനം കുറവായിരുന്നു. ഒരു മോശം അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ആ അഭിപ്രായം മാറ്റുന്നതിന് നമ്മുടെ പൊതുയോഗത്തിലെ എല്ലാ അംഗങ്ങളുടെയും സഹകരണം ടീച്ചർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പാരലായിട്ട് ഇംഗ്ലീഷ് മീഡിയം 5ാം ക്ലാസ്സിൽ തുടങ്ങിയ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. SSLCക്ക് 100% വിജയം നേടുന്നതിനും +2 ഉന്നത വിജയം നേടുന്നതിനും പരിശ്രമിച്ച അധ്യാപകരെയും അത് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നതോടൊപ്പം ടീച്ചർ എത്താൻ പറ്റില്ലെങ്കിൽ ചുമതലയിൽ സമർപ്പിക്കുന്ന സെൻട്രൽ ടീച്ചറിനെയും ദിവ്യ ടീച്ചറിനെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ആരതി, കോലാനി കരയോഗത്തിലെ ആരതിയാണ്. മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് PhD നേടിയ കുട്ടിയാണ്. പനി കാരണം ആ കുട്ടി എത്തിച്ചേർന്നിട്ടില്ല. ആ ആരതി നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ കുട്ടിക്ക് ഡിഗ്രിക്കും +2 എല്ലാം ഉയർന്ന മാർക്ക് കിട്ടിയപ്പോൾ കരയോഗം അനുമോദിച്ചിട്ടുണ്ട്. ആരതിയുടെ ചേച്ചി പാർവതിയും ഇതുപോലെ തന്നെ അവാർഡുകൾ മണക്കാട് കരയോഗത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം ഈ സ്കൂളിൽ തന്നെ പഠിച്ച കുട്ടിയാണെന്നുള്ളതാണ് നമുക്ക് ഏറെ അഭിമാനം നൽകുന്നത്. ഇപ്പോൾ അത് MG സർവകലാശാലയിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയിരിക്കുകയാണ്. ആ കൊച്ചിനെ അനുമോദിക്കുകയാണ്. ക്യാഷ് അവാർഡ് വിതരണം കൊണ്ട് എത്തിച്ചേരാൻ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. മറ്റു കുട്ടി നമ്മുടെ കരയോഗത്തിലെ കൃഷ്ണേന്ദുവാണ്. ഗീതാഞ്ജലി അനിച്ചേട്ടൻ്റെ മകളാണ്. അതും +2 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ A+ കിട്ടി മണക്കാട് കരയോഗത്തിൻ്റെ അവാർഡ് നൽകിയിട്ടുള്ളതാണ് ആ കുട്ടിക്ക്. ഇപ്പോൾ അത് BScക്ക് MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും 8th റാങ്ക് നേടിയിട്ടുണ്ട്. കൃഷ്ണേന്ദുവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഇനിയുള്ള കുട്ടികളെല്ലാം മണക്കാട് കരയോഗത്തിലെ കുട്ടികളാണ്. ശങ്കരി ശ്രീകുമാർ, ആദിത്യ ജ്യോതിഷ്, ജയലക്ഷ്മി മനോജ്, നന്ദന S, ഗോപിക MG, യദുകൃഷ്ണൻ, ദേവിക MG തുടങ്ങിയ കുട്ടികളെല്ലാം മണക്കാട് കരയോഗത്തിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികളെല്ലാവർക്കും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിട്ടുള്ളതാണ്. ഈ കുട്ടികളെല്ലാം ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഏതെങ്കിലും കുട്ടികളുടെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കരയോഗത്തിന്റെ റിപ്പോർട്ടിൽ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ പേര് പോലും വിട്ടുപോകില്ല. അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. തിരക്ക് പോലെ ഞാൻ ഏതെങ്കിലും ഒരു കൊച്ചിന്റെ പേര് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരിക്കൽ കൂടി കരയോഗത്തെ ഇത്തരത്തിൽ വളർത്തുകയും സാമ്പത്തികമായും അല്ലാതെയും സഹകരണം കൊണ്ട് മുഴുവൻ ആളുകൾക്കും ഏതാണ്ട് 300ഓളം വീടുകളുണ്ട് മണക്കാട് കരയോഗത്തിൽ. ഈ 300 വീടുകളുടെയും ആളുകളുടെയും സഹകരണം കൊണ്ട് കരയോഗത്തിന്റെ വളർച്ച വളരെ നല്ല രീതിയിലാണ് വളരുന്നത്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിൽ എല്ലാ രീതിയിലും സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളോടും കരയോഗത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട്
ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഉപക്രമമാണ്. ആരാധനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KP ജനാർദ്ദനൻ നായരുടെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിച്ചു കൊടുത്തു. ഏറ്റവും ബഹുമാനപ്പെട്ട യൂണിയൻ പ്രസിഡന്റ് ശ്രീ KP കൃഷ്ണൻ സാറ്, അതുപോലെ ഇരിക്കുന്ന ഡിസ്ട്രിക്ട് ഈ കരയോഗത്തിൻ്റെ പ്രമുഖ വനിതാസന്മാരും ഭാരവാഹികളെ, കലാസന്മാരും ഭാരവാഹികളെ, അതുപോലെ നമ്മുടെ എത്തിക്കാനുള്ള അവാർഡ് വാങ്ങാൻ എത്തിക്കാനുള്ള മിടുക്കരായ വ്യക്തികളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ തന്നെ സമയം നമ്മുടെ 3 മണിയാണ് പറഞ്ഞത്, 1 മണിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ പണ്ടുപോലെ കാലാവസ്ഥയിൽ വിട്ടുപോകേണ്ടതുണ്ട്. അതൊക്കെ കണക്കാക്കിക്കൊണ്ട് ഞാൻ വലിയൊരു അല്ലെങ്കിൽ തന്നെ വലിയ പ്രശ്നം നടത്താറില്ല. ഈ കരയോഗത്തിൻ്റെ ഇന്ന് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൽ കണ്ടിറക്കിയ ആൾക്കാർ വേണ്ടതാണ്. നമ്മൾ ഈ ആളൊന്നും പോരാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ കരയോഗം വന്നിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ കരയോഗം കൂടിക്കഴിഞ്ഞാൽ അവിടെ വഴക്കുണ്ടാക്കി പോവുക പതിവായിരുന്നു. നമ്മുടെ 15 കൊല്ലമായി നിങ്ങൾ അധികാരമായിട്ടതിന് ശേഷം നമ്മുടെ യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ എതിർപ്പും പല ചൂഷണമൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത് ഞങ്ങളൊക്കെ അത് കണക്കാക്കാതെ മുന്നോട്ട് പോകാനാണ്. ഏതായാലും ഈ കരയോഗത്തിൻ്റെ ഈ വാർഷിക പരിയോഗം ഇത്ര നന്നായിട്ട് എത്ര അച്ചടക്കത്തോടുകൂടി ഈ വന്ന് ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ ഈ കരയോഗത്തിൻ്റെ പ്രവർത്തനത്തിൽ സാമ്പത്തികമായിട്ടും അല്ലാതെ എല്ലാം സഹകരിക്കുന്ന ആൾക്കാരുമായിട്ട് നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും, അതുപോലെ ഇവിടെ ഇപ്പോൾ 7 സംഘങ്ങളുണ്ട്. കരയോഗമുണ്ട്, വനിതാ സമാജമുണ്ട്, ബാല സമാജമുണ്ട്. ഈ 7 സംഘങ്ങൾ മാത്രം പ്രവർത്തിച്ചാൽ ഈ കരയോഗത്തിൻ്റെ പ്രശസ്തി ഈ യൂണിയൻ തന്നെ വളരെ വ്യത്യാസം വരും. അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആരും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട വേണ്ടത്, അല്ലാതെ പിന്നോട്ട് നയിക്കരുത്. അവരെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കരയോഗത്തിന് വളരെ പ്രയോജനം ചെയ്യും. അത്തരത്തിലെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. ഈ കഴിഞ്ഞ കോവിഡ് കാലം 2 കൊല്ലമായിട്ട് കാര്യങ്ങളായിട്ട് അവരെ കൊണ്ടൊന്നും നടക്കുന്നില്ലെങ്കിലും നമ്മൾ കരയോഗമായിട്ട് വളരെയധികം അവരെ സഹായിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ തന്നെ നടക്കാത്ത ഒരു കാര്യമാണ് ആ അമ്പിളി എന്ന് പറയുന്ന ഒരു വീട് നമ്മൾ 75,000 രൂപ മുടക്കി പുതുക്കി പണിത് കൊടുത്തത്. ഒരൊറ്റ സംഘടന പോലും ഈ മലനാട്ടോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും ഇതുവരെ ഒരു സംഗതി ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ കരയോഗത്തിലിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവരുടെ ആ ദുസ്ഥിതി കണ്ടിട്ട് മാത്രം ചെയ്തു കൊടുത്ത കാര്യമാണ്. അതിന് എല്ലാവരും സഹകരിച്ചു. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ കരയോഗത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എല്ലാവരും അക്ഷീണം പ്രവർത്തിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ തൊടുപുഴ താലൂക്കിൻ്റെ പ്രസിഡന്റ്, NSS യൂണിയൻ പ്രസിഡന്റ് ശ്രീ KK കൃഷ്ണപിള്ള അവர்களാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ക്ഷണിച്ചു കൊടുത്തു. सर मास्क सर
പ്രസംഗകൻ, വേദിയിലിരിക്കുന്ന എല്ലാവരെയും വളരെ വിശദമായി പരിചയപ്പെടുത്തിയതുകൊണ്ട് ഞാൻ വീണ്ടും ഓരോരുത്തരെയും വേണ്ടിയിട്ട് സംബോധന ചെയ്യുന്നില്ല. സമാരാധ്യരായ കുടുംബാംഗങ്ങൾ, മണക്കാട് കരയോഗത്തിൻ്റെ പ്രോഗ്രാമുകൾക്ക് വരുമ്പോൾ വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നാറുണ്ട്. ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഇവിടുത്തെ പരിപാടികൾക്ക് വരുന്ന ദിവസം വേറെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പരിപാടികളുടെ പ്രോഗ്രാം കൂടി ഉണ്ടാകും. അതുകൊണ്ട് ഒന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരാനുള്ള സമയം എടുക്കുന്നത് കൊണ്ട് ഒരു താമസം ഇവിടെ വരാറുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് അടുത്തടുത്ത് എത്താനുള്ള ഒരു തിരക്കുണ്ടാകാറുണ്ട്. ഈ പ്രാവശ്യം ജയരാജൻ എന്നോട് പറഞ്ഞു, ഇവിടെ വന്നാൽ വൈകിട്ട് മസാല ദോശയും കഴിച്ചേ പോകാറുള്ളത്. മസാല ദോശ വളരെ ഇഷ്ടമുള്ളതായതുകൊണ്ട്, ജയരാജൻ്റെ ക്ഷണം കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. മണക്കാട് കരയോഗം നമുക്കറിയാം, നമ്മുടെ പ്രസിഡന്റിൻ്റെ ത്യാഗപൂർണമായ പ്രവർത്തനം, അതുപോലെ തന്നെ ഉത്സാഹപരിതനും യുവാവുമായ നമ്മുടെ കരയോഗ സെക്രട്ടറിയുടെ പ്രവർത്തനം, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഈ താലൂക്ക് യൂണിയനിലെ ഏറ്റവും മികച്ച കരയോഗമായിട്ട് മണക്കാട് കരയോഗത്തെ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. കാരണം ഇത് എല്ലാ കരയോഗങ്ങൾക്കും ഒരു മാതൃകയാണ്. നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മാതൃക വേണമല്ലോ. വളരെയേറെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ജയരാജനാണെങ്കിൽ ഇവിടുന്ന് സ്ഥലം മാറി പോയി. ഈ അടുത്ത നാളിലാണ് ഞാൻ അറിഞ്ഞത്. അതൊരു പക്ഷേ സാങ്കേതികമായ കാര്യമായിരിക്കാം. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ കരയോഗത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒട്ടും പിന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ കോവിഡ് കാലം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് 10 വർഷത്തോളം പിന്നിലേക്ക് കൊണ്ടുപോയി. വീണ്ടും ഈ കൂട്ടായ്മകളെല്ലാം ആരംഭിച്ച് ഇതിൻ്റെതായ ഒരു പ്രവർത്തന പദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. ഇപ്പോഴും യോഗത്തിൻ്റെ ഭീഷണി നിലനിൽപ്പുണ്ട്. നമുക്കറിയാം, മനുഷ്യ മഹാവംശം ഇത്തരം മഹാവ്യാധികളെ പ്രതിരോധിച്ചുകൊണ്ട്, അതിനെ അതിജീവിച്ചുകൊണ്ട്, ആ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോന്നിട്ടുള്ളതും ദശാബ്ദങ്ങളായിട്ട് നമ്മൾ അതിനെല്ലാം അതിജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ഈ പ്രത്യേകതകൾ മാറി വീണ്ടും ശാന്തിയും സമാധാനവുമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഉത്തമമായ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും. ഇവിടെ ഞാനൊരു പ്രസംഗത്തിനൊന്നും മുഴുകിയില്ല. എൻ്റെ കൂടെ പ്രസംഗിക്കാനായിട്ട് 3-4 പേര് വന്നിട്ടുണ്ട്. അവരുടെയും കൂടെ സമയം ഞാൻ അവതരിക്കുന്നത് ഒട്ടും ശരിയില്ല. നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്. നമ്മുടെ താലൂക്ക് യൂണിയൻ്റെ പുതിയതായി വന്ന സെക്രട്ടറിയാണ് ശ്രീ രാജഗോപാലൻ നായർ. അദ്ദേഹം വൈക്കം യൂണിയനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ രണ്ടാമത്തെ കരയോഗത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇന്നത്തെ ദിവസം തന്നെയാണ് 2 കരയോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. മണക്കാട് കരയോഗം നൽകിയിട്ടുള്ള ആ സ്നേഹം, ആദരവ്, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കൊരു ചെറിയ സംശയം ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-20 വർഷം മുമ്പ് NSS താലൂക്ക് യൂണിയനോട് ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ടായി. അത് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ പണിക്കർ സാറിനെ ഇവിടെ ഒരു സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും സമയത്ത് അദ്ദേഹം ഇവിടെ എത്തിച്ചേരാതിരിക്കുകയും അത് കരയോഗവും യൂണിയനും തമ്മിലുള്ള ഒരു ചെറിയ പിണക്കത്തിലേക്ക് മാറുകയും ചെയ്തു. വാസ്തവത്തിൽ യൂണിയന്റെ ഭാഗത്ത് എന്തെങ്കിലും അന്ന് പ്രശ്നമുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അന്നത്തെ ഭാരവാഹികളെല്ലാം അത് യൂണിയൻ വേണ്ടത്ര നിഷ്ഠാതിയോടുകൂടി കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ മന്നത്താചാര്യൻ്റെ പ്രതിമയുടെ അനാച്ഛാദനത്തിന് നമ്മുടെ കരയോഗ സെക്രട്ടറി ആയിരുന്ന ശ്രീ ജയരാജൻ എന്നോട് പറഞ്ഞു, അതിന് വരുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാറിനെ ഇവിടെ ഒന്ന് പങ്കെടുപ്പിക്കണം. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഭൂമിയുമായ നമ്മുടെ ജനറൽ സെക്രട്ടറി എന്ത് പറയുമെന്ന് എനിക്ക് യാതൊരു മുൻധാരണയിലുണ്ടായിരുന്നു.
ഏതായാലും അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് മണക്കാട് സ്കൂൾ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ചയാണ്, നിങ്ങൾ ആരെങ്കിലും സ്കൂളിൽ അറിയിച്ചിട്ടുണ്ടോ? പക്ഷേ എനിക്ക് സ്കൂളിൽ ആരെയും അറിയിച്ചിരുന്നില്ല. അപ്പോൾ പറഞ്ഞു അവിടെയൊന്നും ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സാരമില്ല സാറേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വണ്ടിയിൽ നിന്ന് എന്നോട് പറഞ്ഞു ഞാൻ അവിടെ വരെ മീറ്റിങ്ങൊക്കെ ഉണ്ട്, അതിലൊന്നും പ്രസിദ്ധിയൊന്നുമില്ല. നമ്മൾ ഈ കരുവക്കാരൊക്കെ സാറിനെ കാത്തുനിൽക്കണമെന്ന് പറഞ്ഞ അവസരത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കരയോമണ്ഡലത്തിൻ്റെ മുൻവശത്ത് കുറേ പേര് നമ്മുടെ പ്രസിഡന്റും ഭാരവാഹികളും കുറച്ച് ആളുകളെല്ലാം കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും ഒരു മൈക്കുമൊക്കെ അവിടെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ജനറൽ സെക്രട്ടറിയുടെ നേരെ നോക്കിയപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ വന്നതല്ലേ, ഞാനൊന്നും മിണ്ടാതെ പോയാൽ എൻ്റെ ഒരു മിണ്ടാപൂർവമായിട്ട് കണക്കാക്കില്ല, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ 2 വാക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം റോഡ് സൈഡിൽ തന്നെ നിന്ന് ഈ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ കയ്യോവാദികളോട് അദ്ദേഹം അല്പസമയം സംസാരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ജനറൽ സെക്രട്ടറിയുടെ ജീവിതത്തിൽ അത്തരത്തിലൊരു മീറ്റിംഗ് അതിന് മുമ്പോ പിമ്പോ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മെയിൻ റോഡിൻ്റെ സൈഡിൽ കുറച്ച് ആളുകൾ മാത്രം നിൽക്കുന്നിടത്ത് അദ്ദേഹം ആ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചു വരുന്നുള്ളത്. പക്ഷേ എനിക്ക് താലൂക്ക് യൂണിയനോട് മണക്കാട് കരയോഗത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പരാതിയും അനുഭവവും തീർക്കാനുള്ള ഒരു നല്ല അവസരമായിട്ടാണ് എനിക്ക് ഈശ്വരൻ ജനറൽ സെക്രട്ടറിയുടെ ആ സാന്നിധ്യം ഇവിടെ എത്തിച്ചു തന്നതെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കരയോഗം വഴി നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നായർ സർവീസ് സൊസൈറ്റി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് വനിതാ സ്വാശ്രയ സംഘങ്ങളുടെ പ്രവർത്തനമാണ്. ലക്ഷക്കണക്കിന് യുവതികളെ നമ്മൾ സ്വാശ്രയ രംഗത്തേക്ക് കൊണ്ടുവരികയും തൊഴിൽ കൊടുക്കുകയും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതുകൊണ്ട് എത്രയോ കുടുംബങ്ങൾക്ക് ഇന്ന് സാമ്പത്തിക പരാധീനതകളിൽ നിന്ന്